എനിക്ക് ആകപ്പാടെ പറയാനുള്ളത് നാളെ ടോക്സിക് ഇറങ്ങുകയാണ്. പ്രീവ്യൂ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാ. പടം പോക്കാ. ആ സംവിധായകനെ ചൂല് കൊണ്ടടിക്കണം. ഇത്രയും ഒരുപാട് കഷ്ടപ്പാടും എല്ലാം വെച്ചിട്ട് നടന്നൊരു സിനിമയാണ്. ഇങ്ങനെയൊരു അപരാധിച്ച സിനിമ എന്റെ പൊന്നേ. അപ്പൊ എല്ലാരും വരണം, കാണണം, അനുഗ്രഹിക്കണം. നേരെ ടോക്സിക് റിവ്യൂലേക്ക്. ആരെ കെട്ടിക്കാൻ ആദ്യം ഗീതു മോഹൻദാസിനോട് ആരെ കെട്ടിക്കാന്ന് ചോദിക്കണം. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. എന്ത് കോണോത്തിലെ സാധനം എടുത്തു വെച്ചിട്ടുള്ളത്. താൻ എന്ത് പണിയാടോ കാണിച്ചത്? എന്ത് വെറുപ്പീരായിരുന്നു അത്. നല്ലൊരു ഓണം പ്ലക്കി വിട്ടു യശും ഗീതു മോഹൻദാസും എല്ലാരും കൂടി. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. പീക്ക് അവരാധം, അവസാനമൊക്കെ അവരാധം അവരാധത്തിന്റെ അങ്ങേറ്റം. അത്രേ ഉള്ളൂ. ഏറ്റവും വലിയ ഉത്തരവാദിത്തം വീഴുന്നത് എഴുത്തുകാരനും സംവിധായകന്റെയും മേത്താണ്. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല ആകെ നാറിയിരിക്കില്ല. അവരാണ് സിനിമ എഴുതുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ടേക്ക് ഇടുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. പണ്ണായിട്ട് കണ്ടിരിക്കുക. അപ്പൊ മലം കണ്ട് പണ്ണിനൊരു നാണക്കേടായി പടം. ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. തിയേറ്ററിൽ ഇരിക്കാൻ വയ്യ. അത് ഏറ്റവും പ്രശ്നം ഡയലോഗാണ്. എനിക്ക് പറയാനേ നാണക്കേടാ. നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. ഡയലോഗ് നാടകം എന്ന് വെച്ചാൽ എ ക്ലാസ് നാടക ലെവലിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. ടോക്സിക് ടോർച്ചർ എന്ന് പറയാം. ഒരു മോശം പടം ഇത്രയും വേസ്റ്റ് ആയിട്ട് എടുക്കാം. അതായത് ലൈഫ് ടൈമിൽ ഇത്രയും ഒരു വേസ്റ്റ് പടം ജീവിതത്തിൽ കണ്ടില്ല. സീൻ ബൈ സീൻ എങ്ങനെ പ്ലക്ക എന്ന് ഹോളിവുഡ് ലെവലിൽ ചേച്ചി തെളിയിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കാരണം അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അച്ഛൻ എങ്ങനെ പ്ലക്കണം എന്ന് കാണാൻ വേണ്ടി കൊണ്ടുവച്ച പടം എന്നാണ്. ഓരോ അത് വരുന്നു പ്ലക്കുന്നു പോകുന്നു, വരുന്നു പ്ലക്കുന്നു പോകുന്നു. ഒരുമാതിരി പണിയായിപ്പോയി. തിരുവോണമായിട്ട് മുൻസി വീട്ടിൽ തന്നെ ഇരുന്നാ മതി. നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ.